ആലുവ മെട്രോ സ്റ്റേഷൻ്റെ അടിയിൽ നിന്ന് ഒരു എയർപോർട്ട് ഫീഡർ പിടിച്ചാൽ വെറും 60 രൂപയ്ക്ക് നമുക്ക് ടെർമിനൽ റീച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ യാത്രയുടെ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ബിസിനസ് തന്നെയാണ്. അതെ ഗൈസ്, നമ്മൾ ട്രെൻഡി ആയിട്ടുള്ള ക്ലോത്ത്സ്, ഫ്രോക്ക്, ടോപ്പ് അങ്ങനെയുള്ള ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസും അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ നമ്മുടെ ഷോപ്പിൽ സെല് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷോപ്പിൻ്റെ പേര് ആഫ്റ്റർ എന്നാണ്, തമ്മനത്താണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോണ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം തായ്ലൻഡ് പോകുന്നവർക്ക്, അതായത് ഒരു ഏജൻസിയുടെ സപ്പോർട്ട് ഇല്ലാണ്ട് സ്വന്തമേ തായ്ലൻഡിൽ പോകണമെന്ന് താല്പര്യമുള്ളവർക്ക് വളരെ ഉപകാരപ്രദം ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. ഇതിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മെയിൻലി ടിക്കറ്റ് ബുക്കിംഗ്, അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഗൈഡൻസ്, പിന്നെ അവിടെ ചെന്ന ടാക്സി എങ്ങനെയാണ്, അപ്പാർട്ട്മെൻറ്റ് എങ്ങനെ സെലക്ട് ചെയ്യണം, ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണോ അതോ അവിടെ ചെന്നിട്ട് അതെങ്ങനെയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇതിന്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ടിക്കറ്റ് ബുക്കിങ്ങിലേക്ക് കിടക്കാം. ടിക്കറ്റ് ബുക്കിങ്ങിൽ വരുമ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ആപ്പാണ് സ്കൈ സ്കാനർ. ഈ സ്കൈ സ്കാനറിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആയിരിക്കും. അതായത് ഡിപ്പാച്ചർ ടൈം, അറൈവൽ ടൈം, ഏത് ഡേറ്റിലാണ് ഫ്ലൈറ്റിന് റേറ്റ് കുറവ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഏത് ഡേറ്റിൽ നമുക്ക് ഫ്ലൈറ്റിന് റേറ്റ് കുറവ് കിട്ടും എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ നെയിമും അതുപോലെ തന്നെ നമ്പറും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ആ ഫ്ലൈറ്റിൻ്റെ ഡയറക്റ്റ് സൈറ്റിൽ ചെല്ലാം. എത്തിഹാദ് ആണെങ്കിൽ എത്തിഹാദിൻ്റെ സൈറ്റിൽ, അതുപോലെ തന്നെ എയർ ഏഷ്യ ആണെങ്കിൽ എയർ ഏഷ്യയുടെ സൈറ്റിൽ. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത്, ഞാൻ റേറ്റ് കുറവിൽ സെലക്ട് ചെയ്ത ഫ്ലൈറ്റ് എയർ ഏഷ്യ ആണ്, തായ് എയർ ഏഷ്യ. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എയർ ഏഷ്യ മൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഫ്ലൈറ്റ് റേറ്റ് കുറവായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. സെയിം അതുപോലെ തന്നെ ഡിപ്പാച്ചർ ടൈമും അറൈവൽ ടൈമും അതുപോലെ തന്നെ ഡേറ്റും ഗസ്റ്റിൻ്റെ എണ്ണവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് എൻ്റർ ചെയ്ത് സെർച്ച് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ ഒരു ഡീറ്റെയിൽസ് വരും. അതിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ട ഫ്ലൈറ്റ് സെലക്ട് ചെയ്ത് അതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഈ ഗസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പാസ്പോർട്ടിലുള്ള നിങ്ങൾ നെയിം മെൻഷൻ ചെയ്തേക്കുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെ വേണം നിങ്ങൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പേയ്മെൻറ്റിനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ ലഗേജിനുള്ളൊരു ഓപ്ഷൻ. ഈ ലഗേജിൻ്റെ ഓപ്ഷൻ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. പല ഫ്ലൈറ്റിനും പല രീതികളായിരിക്കും. ചിലപ്പോൾ ക്യാബിൻ ബാഗ് മാത്രമേ ഫ്ലൈറ്റിൽ അലൗഡ് ആയിരിക്കുള്ളൂ, ചിലപ്പോൾ ക്യാബിൻ ബാഗ് പ്ലസ് ഒരു 10 കിലോ ലഗേജ് ആഡ് ചെയ്യണ്ടാവും. അപ്പോൾ അങ്ങനെ പല രീതികളായിരിക്കും. അപ്പോൾ അതിൽ നോക്കുക എങ്ങനെയാണ്. ഇപ്പോൾ ഇൻ കേസ് ക്യാബിൻ ബാഗ് മാത്രമേ അലൗഡ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ, ഇപ്പോൾ ഇതിൽ എയർ ഏഷ്യയിൽ ഞാൻ ബുക്ക് ചെയ്തതിൽ ക്യാബിൻ ബാഗ് മാത്രമേ അലൗഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ എക്സ്ട്രാ ലഗേജ് ഇവിടെ നിന്ന് കയറ്റാനുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് പോകുന്നവർക്ക് ചിലപ്പോൾ എക്സ്ട്രാ അഡീഷണൽ ലഗേജ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ അഡീഷണൽ ലഗേജ് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യണം. 2000 അല്ലെങ്കിൽ 3000 സംതിങ്. ഇൻ കേസ് ഇനി അവിടെ ചെന്നിട്ടാണ് നിങ്ങൾ പേ ചെയ്യാൻ വയ്ക്കുന്നതെങ്കിൽ നല്ല പൈസ നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കും. അപ്പോൾ അത് നിങ്ങൾ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ലഗേജിൻ്റെ കിലോ സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പേയ്മെൻറ്റിലോട്ട് പോകും. ഈ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻ്റർനാഷണൽ കാർഡ് യൂസ് ചെയ്യാൻ നോക്കുക. അതായത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്ത കാർഡ്, SBIയുടെ കാർഡോ ഫെഡറലിൻ്റെ കാർഡോ ഏത് കാർഡായാലും കുഴപ്പമില്ല. ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഇനിയിപ്പോൾ അതല്ല ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ഡെബിറ്റ് കാർഡ്, അത് ഏതായാലും കുഴപ്പമില്ല. ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് അതിനകത്ത് എനേബിൾ ആയിരിക്കണം. മെയിൻലി ഫണ്ട് ഉണ്ടാവണം. നിങ്ങൾക്ക് ടിക്കറ്റ് ഫുൾ ടിക്കറ്റ് ആയിട്ടായിരിക്കും മെയിലായിട്ട് വരുന്നത്. അപ്പോൾ ആ ടിക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഇനിയിപ്പോൾ അതല്ല ഫോണിൽ ടിക്കറ്റിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും. ടെർമിനൽ ഏതാണ്, ഫ്ലൈറ്റിൻ്റെ നമ്പർ ഏതാണ്, എപ്പോഴാണ് ഡിപ്പാച്ചർ ടൈം, എപ്പോഴാണ് അറൈവൽ ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുക. എന്നിട്ട് ഒരു 3-4 മണിക്കൂർ മുന്നേ എങ്കിലും ചെല്ലാൻ നോക്കുക മാക്സിമം. അതിനുശേഷം എയർപോർട്ടിൽ അറൈവ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉള്ളിലേക്ക് ടിക്കറ്റ് കാണിച്ച് എൻ്റർ ആവാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ നേരെ നിങ്ങളുടെ ചെക്ക് ഇൻ എവിടെയാണോ, ഇപ്പോൾ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ആണെങ്കിൽ നിരനിരയായിട്ട്, ഇപ്പം നമ്മുടെ കൊച്ചിയിലെ എയർപോർട്ടിലാണെങ്കിൽ ഇൻഡിഗോയുടെ ഒരു സെക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ എയർ ഏഷ്യയുടെ സെക്ഷൻ ഉണ്ട്, പിന്നെ എത്തിഹാദിൻ്റെ സെക്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ സെക്ഷൻ വൈസ് ആയിരിക്കും. അപ്പോൾ അതിൽ ഫ്രണ്ടിൽ തന്നെ ഒരു ഡിസ്പ്ലേയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റും എപ്പോഴാണ് നമ്മുടെ ഈ ചെക്ക് ഇൻ ഗേറ്റ് ഓപ്പൺ ആവണമെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് നോക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു അറ്റൻഡൻ്റിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾ നേരെ ആ ഒരു ടൈമിൽ, ഓപ്പൺ ആവുന്ന ടൈമിൽ നിങ്ങൾ ആ ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കുക. അത് കഴിഞ്ഞ് അതിനുശേഷം നിങ്ങളുടെ ലഗേജ് പ്ലസ് നിങ്ങളുടെ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ബോർഡിംഗ് പാസ് വരും. ഈ ബോർഡിംഗ് പാസ്സാണ് പിന്നെ നിങ്ങൾക്ക് അവിടെ ഇറങ്ങി
നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നോടം വരെ നിങ്ങൾക്ക് ഈ ബോർഡിംഗ് പാസ് വേണം. ഈ ബോർഡിംഗ് പാസ്സിൽ നിങ്ങൾക്ക് എത്രാമത്തെ ഗേറ്റ് ആണ്, അതുപോലെ തന്നെ സീറ്റ് നമ്പർ, ഇൻ കേസ് ഇനിയിപ്പോൾ നിങ്ങളുടെ മറ്റുള്ള ഡീറ്റെയിൽസ്, പാസഞ്ചർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ. അങ്ങനെ ഫ്ലൈറ്റ് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ ഇതിൻ്റെ തന്നെ, ഇപ്പോൾ ഇൻഡിഗോ ആണ് ഫ്ലൈറ്റ് എങ്കിൽ ഇൻഡിഗോയുടെ തന്നെ എടുക്കാൻ നോക്കുക അടുത്ത ഫ്ലൈറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ലഗേജ് എടുത്ത് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ആണെങ്കിൽ ലഗേജ് എടുത്ത് മാറ്റേണ്ട അവസ്ഥ വരില്ല, അവർ തന്നെ മാറ്റിക്കോളും. അപ്പോൾ ടിക്കറ്റ് കിട്ടി, നമ്മുടെ ടിക്കറ്റ് കാണിച്ച് നമ്മൾ ബോർഡിംഗ് പാസ് എടുത്തു. അതിനുശേഷം നമുക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് ആണുള്ളത്. സെക്യൂരിറ്റി ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബെൽറ്റ് വരെ അവർ അഴിപ്പിക്കും. അപ്പോൾ എല്ലാം അവർ സെർച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ അവെയർ ആയിരിക്കണം. ഓരോ 2-3 ഡിഷ് പോലത്തെ സാധനങ്ങൾ അവിടെ ഉണ്ടാവും. അത് നമ്മളെടുത്ത് നമ്മുടെ പേഴ്സണൽ ഐറ്റംസ്, അതുപോലെ തന്നെ പേഴ്സ്, ഇലക്ട്രോണിക് ഐറ്റംസ് ഒരു ഡിഷിൽ, അതുപോലെ തന്നെ അല്ലാത്ത ഐറ്റംസ് വേറൊരു ഡിഷിൽ. അപ്പോൾ അങ്ങനെയാക്കി ബാഗ് സെപ്പറേറ്റ്, അങ്ങനെയെല്ലാം നമ്മൾ സെക്യൂരിറ്റി ചെക്കിൻ അതിലൂടെ കടത്തി വിടണം. നേരെ ഇമിഗ്രേഷൻ അങ്ങോട്ടേക്കുള്ള പോക്ക്. ഇമിഗ്രേഷൻ അവിടെ നിന്ന് നമ്മളിവിടെ നിന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു സീൽ അടിച്ച് തരും. അത് കഴിഞ്ഞ് നേരെ നമ്മൾ എയർപോർട്ടിൽ ലോഞ്ചിൽ പോവാം. ലോഞ്ചിൽ പോയി അവിടെ നിന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഫ്ലൈറ്റിൻ്റെ ഗേറ്റിലേക്ക്, ഓരോ സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ടാവും ഗേറ്റ് നമ്പർ എത്രയാണ്, ഗേറ്റ് തൊട്ട് 10 വരെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഗേറ്റ് നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ നമ്മുടെ ഗേറ്റ് ഏതാണോ ആ ഒരു ഡയറക്ഷനിൽ പോയി നമ്മുടെ ഗേറ്റിൽ ചെന്നിരിക്കുക. അവർ നമ്മുടെ ഫ്ലൈറ്റ് ആ ഒരു TV സ്ക്രീനിൽ തെളിഞ്ഞു വരും, ഫ്ലൈറ്റിൻ്റെ നമ്പർ. ആ നമ്പർ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർ വിളിക്കും. നമ്മൾ ഏത് സോണാണെന്ന് നമ്മുടെ ബോർഡിംഗ് പാസിലുണ്ടാവും. ആ സോൺ അനുസരിച്ച് നമ്മളെ വിളിക്കും അവർ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫ്ലൈറ്റിൽ കയറാം. ഇനി നമുക്ക് കറൻസി എക്സ്ചേഞ്ചിൻ്റെ കാര്യം പറയാം. കറൻസി എക്സ്ചേഞ്ചിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓറിയൻ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് നേരെ US ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരിക്കലും നിങ്ങൾ എയർപോർട്ടിൽ ചെന്ന് നിങ്ങളുടെ ഇന്ത്യൻ റുപ്പി കൊടുത്ത് തായ് ബാത്തിലേക്ക് കൺവേർട്ട് ചെയ്യരുത്. വളരെ കുറഞ്ഞ റേറ്റിലാണ് അവർ തരുള്ളൂ. എക്സ്ചേഞ്ചോ അങ്ങനെയുള്ള പുറത്തുള്ള ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് ത്രൂ നിങ്ങൾ നിങ്ങളുടെ ഇന്ത്യൻ റുപ്പി കൊടുത്ത് US ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ഈ US ഡോളറും കൊണ്ട് നിങ്ങൾ പോയിട്ട് തായ്ലൻഡിൽ ചെന്ന് സൂപ്പർ റിച്ചിൽ ചെന്ന് നിങ്ങൾ മണി വീണ്ടും കൺവേർട്ട് ചെയ്യുക ബാത്തിലേക്ക്, തായ് ബാത്തിലേക്ക്. അങ്ങനെ തായ് ബാത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് റേറ്റ് വ്യത്യാസം വരും. വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾ ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ പൈസ ബാലൻസ് ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു 5000 ബാത്ത് നിങ്ങളുടെ കയ്യിൽ ബാലൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും പുറത്ത് കൊണ്ടുപോയി അത് വിൽക്കരുത്. എയർപോർട്ടിൽ തന്നെ കൊടുക്കാൻ നോക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ എയർപോർട്ടിൽ നല്ല ഹൈ വാല്യൂ ആയിട്ട് മണി എടുക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് എയർപോർട്ടിൽ തന്നെ വെച്ച് സെല്ല് ചെയ്യാം. എയർപോർട്ടിൽ സെല്ല് ചെയ്യുമ്പോൾ ഒരു 80, ഇപ്പോൾ US ഡോളർ 82 അല്ലെങ്കിൽ 81 ആണെങ്കിൽ ആ ഒരു റേറ്റിൽ തന്നെ, ഏകദേശം ഇന്നത്തെ റേറ്റിൽ തന്നെ അവർ തരും. അതേസമയം പുറത്ത് ഓറിയൻ്റ് എക്സ്ചേഞ്ചിലൊക്കെ ആകുമ്പോൾ റേറ്റ് കുറയും. ടാക്സി ബുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ എപ്പോഴും 2 ആപ്പ്, ഒന്നുകിൽ ബോൾട്ട് അല്ലെങ്കിൽ ഗ്രാബ്. ഒട്ടുമിക്ക ഹോട്ടലുകളും ഒരു പ്രീമിയം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഹോട്ടലുകളാണ്. അത്യാവശ്യം നല്ല ഹോട്ടലുകളിൽ തന്നെ സ്റ്റേ ചെയ്യുക. ഇന്റർനാഷണൽ എയർപോർട്ട് DMK, അതാണ് ഞാൻ സെലക്ട് ചെയ്ത എയർപോർട്ട്. അതാണ് എനിക്ക് കമ്പാരിറ്റീവ്ലി സുവർണഭൂമിനേക്കാളും കുറച്ചുകൂടെ ആക്സസിബിലിറ്റി കൂടുതലുള്ള എയർപോർട്ടായിട്ട് തോന്നിയത്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റാണ് ബാങ്കോക്ക് സിറ്റിയിലേക്കുള്ള ഡ്രൈവിംഗ് ടൈം വരുന്നത്. അത് നിങ്ങൾ ഇതിൽ പോകുമ്പോൾ, അതായത് ഹൈവേ ത്രൂ പോകുമ്പോൾ, ടോളൊന്നും കൊടുക്കാതെ, ടോള് കൊടുത്തുകൊണ്ട് ഹൈവേ പോകുമ്പോൾ. ഇൻ കേസ് ടോള് കൊടുക്കാതെ പോകാനാണെങ്കിൽ കുറച്ച് ചുറ്റലുണ്ടാവും, ഒരു 10, 25, 30 മിനിറ്റോളം വരും. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ അഗോഡ, അതുപോലെ തന്നെ Booking.com അങ്ങനെയുള്ള തേർഡ് പാർട്ടി, അല്ലെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോൾ ഇങ്ങനെയുള്ള തേർഡ് പാർട്ടീസ് ത്രൂ ബുക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ തേർഡ് പാർട്ടി ത്രൂ ബുക്ക് ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാൽ അവർ റീഫണ്ടും തരില്ല. അതിന് പകരം നിങ്ങളെ ലൈനിൽ ത്രൂ കോൺടാക്ട് ചെയ്ത് അവരെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാൻ നോക്കുക, ഇനിയൊരു വെക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ എത്തി. ഇനിയുള്ള അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പർച്ചേസിൻ്റെ വീഡിയോ ആയിരിക്കും. അതിൽ നല്ല നല്ല കളക്ഷൻസ് കാണിക്കും. അതുമാത്രമല്ല ലേഡീസിന് പറ്റിയ നല്ല ടോപ്പുകൾ, ഫ്രോക്കുകൾ, അങ്ങനെയുള്ള എലഗൻ ഫീൽ തോന്നുന്ന റിച്ച് ആയിട്ടുള്ള കുറേ ഫ്രോക്കുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇടാം. അപ്പോൾ ഓക്കെ.